ജോൺ ജോൺസ് എന്ന ഇദ്ദേഹം യൂട്ടാ ലേക്കിനടുത്തുള്ള ഒരു കേവിനുള്ളിൽ കേവ് എക്സ്പ്ലോറേഷനായി പോകുന്നു. കേവിൻ്റെ ഏറ്റവും അടിവാരത്തെത്തിച്ചേരുക, പുതിയ ഒരു വേൾഡ് റെക്കോർഡ് നിർമ്മിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ ഒരു തീരുമാനം എത്രമാത്രം ശരിയായിരുന്നു? നട്ടിപുട്ടി കേവ്സിലാണ് ഇദ്ദേഹം പോവാൻ തീരുമാനിച്ചത്. ഇദ്ദേഹം എവിടം വരെ എത്തി? ഇദ്ദേഹത്തിന് ഈ ഒരു കേവിൽ എന്താണ് സംഭവിച്ചത്? 27 മണിക്കൂറോളം ഇദ്ദേഹത്തിന് എന്താണ് ഈ ഒരൊറ്റ കേവിൽ നേരിടേണ്ടതായി വന്നത്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നട്ടിപുട്ടി കേവ്സ് 1960-ലാണ് ആദ്യമായി ഈ ഒരു കേവ് കണ്ടെത്തുന്നത്. ഡാലി ഗ്രീനാണ് ആദ്യമായി ഈ ഒരു കേവ് കണ്ടെത്തുന്നത്. അതിനുശേഷം ലോകത്തിലെ വ്യത്യസ്തങ്ങളാർന്ന സ്ഥലത്തു നിന്നും പലരും ഈ ഒരു സ്ഥലത്ത് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനായി വന്നിട്ടുണ്ട്. വളരെ ചുരുങ്ങിയതും വളരെ നീട്ടമേറിയതുമായ ഇടുങ്ങിയതുമായിട്ടുള്ള പാസേജുകളാണ് ഈ ഒരു കേവിലുള്ളത്. കയറിപ്പോകാനും ഇറങ്ങിപ്പോകാനും 30 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ഹോൾ. 30 ഇഞ്ച് നെഞ്ചുവിരിവും അരവണ്ണവുമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ കഴിയും. പ്രതിവർഷം 20,000-ത്തിലുമധികം ആളുകൾ ഇവിടെ വന്നിരുന്നു. 1999-നും 2004-നും ഇടയിലായി പലർക്കും ഇവിടെ ആപത്തുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കേവിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി വളരെ വലിയ തോതിലുള്ള ചോദ്യം ചെയ്യലുകളുണ്ടായി. ഒരാൾ കേവിനുള്ളിൽ 9 മണിക്കൂർ അകപ്പെടുകയും മറ്റൊരാൾ ഒരു രാത്രി മുഴുവൻ കേവിനുള്ളിൽ തലകുത്തി കിടക്കുകയും ചെയ്തു. ഇങ്ങനെ 2006 ആയപ്പോഴേക്കും ഈ ഒരു കേവ് എന്നേക്കുമായി അടച്ചിട്ടു. എന്നാൽ പ്രൊഫഷണൽ കേവേഴ്സ് ഈ ഒരു തീരുമാനത്തിനോട് അനുകൂലിച്ചില്ല. അവർ പറഞ്ഞു, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുക. കാരണം പലരും ഇവിടെ പെട്ടുപോകുന്നത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. എന്നാൽ ഒഫീഷ്യൽസ് പറഞ്ഞു, ഈ ഒരു കേവ് വളരെയധികം ഡേഞ്ചറസ് ആണ്. ആരുടെ ജീവൻ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കേവ് എടുക്കാം. ഈ ഒരു ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2007-ൽ വീണ്ടും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷനോടുകൂടി ഈ ഒരു കേവ് ഓപ്പണായി. പുതിയ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേവേഴ്സിന് മാത്രമായിരിക്കും ഇനി നട്ടിപുട്ടിയിലേക്ക് വിടുക. കൂടാതെ അവരുടെ കയ്യിൽ കേവ് എക്യുപ്മെൻസും ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ 21 ദിവസം മുൻപേ തന്നെ ഈ ഒരു കേവിലേക്ക് പോകാനുള്ള പെർമിറ്റിനായി നിങ്ങൾ അപേക്ഷിക്കണം. അങ്ങനെ ജോൺ ജോൺസും ജോഷ് ജോൺസും ഈ ഒരു പെർമിറ്റിനായി അപേക്ഷിച്ചു. 24 നവംബർ 2009 ഇവർ ഈ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എത്തിച്ചേർന്നു. ഇവർക്ക് 2 പേർക്കും കേവിങ്ങിൻ്റെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ആദ്യമായിട്ടായിരുന്നു നട്ടിപുട്ടിയിലേക്ക് എൻ്റർ ആകുന്നത്. ഏറ്റവും വലിയ ഭാഗത്തിലൂടെ ആദ്യത്തെ 1 മണിക്കൂർ ഇവർ ട്രാവൽ ചെയ്തു. യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇതിനെ ബിഗ് സ്ലൈഡ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ഇവർ തീരുമാനിച്ചു ഏറ്റവും ഡീപ്പിലേക്ക് പോകണം. അതായത് വളരെ നാരോ ആയിട്ടുള്ള പാസേജിലേക്ക്. ഇതിനെ ബർത്ത് കനാൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വളരെ റെയറായി മാത്രമേ ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ. എന്നാൽ പോയ പലരും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ഇരുവരും ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ഈ ഒരു സ്ഥലത്തു കൂടി ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഡിസിഷൻ എടുത്തത്. ജോണിൻ്റെ തീരുമാനമായിരുന്നു താഴേക്ക് പോവുക അല്ലെങ്കിൽ ബർത്ത് കനാലിലേക്ക് പോവുക എന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻപിൽ ഇദ്ദേഹമായിരുന്നു. പോകും വഴി ചെറുതായി വന്നു. തൻ്റെ വയറിൻ്റെ സഹായത്തോടെ ഇഴഞ്ഞാണ് ഇദ്ദേഹം മുന്നോട്ട് പോയത്. എന്നാൽ ഇദ്ദേഹം പോയ റൂട്ട് തെറ്റിപ്പോയി എന്ന് പറയാം. ബർത്ത് കനാലിന് പകരം ക്രോക്സ് സ്ക്രൂവിലേക്കാണ് ഇദ്ദേഹം നീങ്ങിയത്. മുന്നോട്ട് പോകും തോറും വഴി ചെറുതായി വന്നു. നിങ്ങൾ ഈ ഒരു കേവിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ ഇദ്ദേഹം പോവാനിരുന്ന റൂട്ട് റൈറ്റിലേക്കായിരുന്നു. എന്നാൽ എടുത്ത ടേൺ എന്നത് ലെഫ്റ്റിലേക്കും. ഈ ഒരു ടേൺ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ റോങ് ടേൺ ആവാൻ പോവുകയായിരുന്നു. ഇനി പിന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല. മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വലിയൊരു പാസേജ് കിട്ടുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന റൂട്ട് എന്നത് തെറ്റായിരുന്നു. വഴിയിൽ ഇനിയും ഇതിലും ചെറിയ പാസേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്ലോക്കിൽ പെട്ടുപോയി. തല താഴേക്കും കാലുകൾ മുകളിലേക്കും എന്ന സ്ഥിതിയിൽ. ഇനി മുന്നോട്ട് പോകാനോ പിന്നിലേക്ക് പോകാനോ കഴിയുകയില്ല. ഡീപ്ലി ട്രാപ്പ്. ജോൺ പലവട്ടം ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. കൈകൾ പോലും അനക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. തൻ്റെ സഹോദരനെ സഹായത്തിനായി വിളിച്ചു. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാലുകൾ മാത്രമാണ് കണ്ടത്. ആദ്യം ചിരിക്കുകയും പിന്നീട് ഈ ഒരു സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും ചെയ്ത അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാലുകളെ പിടിച്ച് മുകളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ഒരു അറ്റംപ്റ്റും ഫെയിൽഡായി. കൂടാതെ കുറച്ചുകൂടി ഡീപ്പിലേക്ക് ജോൺ പോയി. ഇത് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ വളരെ മാരകമായൊരവസ്ഥയിലേക്ക് ജോണിനെ എത്തിച്ചു. ഇപ്പോൾ ജോണിന് യാതൊരു വിധത്തിലും മൂവ് ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് 2 പേർക്കും മനസ്സിലായി ഇനി പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടിവരും.
എന്നാൽ ഈ ഒരു പ്രദേശത്ത് നിന്ന് വിളിക്കാൻ റേഞ്ചില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുകളിലേക്ക് പോവുകയും പിന്നീട് റെസ്ക്യൂ ടീമിനെ വിളിച്ച് താഴേക്ക് വരികയും ചെയ്തു. ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് റെസ്ക്യൂ ടീം ഇവിടെ എത്തുന്നത്. ഈ ഒരു ടീമിലുണ്ടായിരുന്നത് സൂസി ആയിരുന്നു. സൂസി വളരെ നീണ്ട സമയത്തേക്ക് ജോണിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഈവൻ അദ്ദേഹത്തിൻ്റെ ജീൻസുകൾ പോലും കട്ട് ചെയ്തു, കുറച്ച് സ്പേസ് കിട്ടാൻ. തുടർച്ചയായി ശ്രമത്തിന് ശേഷവും യാതൊന്നും നടന്നില്ല. കാരണം ജോൺ വളരെ ആഴങ്ങളിലായിരുന്നു. പിന്നീട് സൂസി കേവിന് പുറത്തേക്ക് പോയി. കേവിന് പുറത്ത് ജോണിൻ്റെ ഭാര്യയും കുട്ടിയും റെസ്ക്യൂ ടീമുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വ്യത്യസ്തങ്ങളാർന്ന പ്ലാനുകൾ ഉണ്ടാക്കി, എങ്ങനെ ജോണിനെ രക്ഷിക്കാം. ഈ പ്ലാനുകളിൽ ജോണിൻ്റെ കാലുകൾ മുറിക്കുന്നതിനെ പറ്റി പോലും അവർ ആലോചിച്ചിരുന്നു. പിന്നീട് റോപ്പിൻ്റെ സഹായത്തോടെ ജോണിനെ സേവ് ചെയ്യാമെന്ന ഒരു അഭിപ്രായത്തിലെത്തിച്ചേർന്നു. ഇദ്ദേഹത്തിൻ്റെ കാലിൽ റോപ്പുകൾ കെട്ടി മുകളിലേക്ക് വലിക്കുക. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജോൺ ഇപ്പോൾ കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും ജോണിന് കൈകൾ പോലും അനക്കാൻ കഴിയുകയില്ല. കൂടാതെ കാലുകളിൽ കയറുകൾ കെട്ടുകയാണ് എങ്കിൽ പോലും മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് പാറകളിലും കല്ലുകളിലും ഇടിക്കാതെ വേണം ഇദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. അതുകൂടാതെ തന്നെ ഒരൊറ്റ സമയത്ത് ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് റെസ്ക്യൂ പ്രോഗ്രാമുമായി പോകാൻ കഴിയുകയുള്ളൂ. 700 ഫൂട്ട് താഴെ ഇദ്ദേഹത്തിനെ സേവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോസിബിളായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു റെസ്ക്യൂ ടീമിന്. സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കേവിന് പുറത്ത് റെസ്ക്യൂ ടീമിൻ്റെ എണ്ണവും കൂടി വന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു ഡോക്ടർ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ജോൺ തലകുത്തിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗൻസിൽ ബ്ലഡ് എത്താത്തത് കൊണ്ട് തന്നെ 10 മണിക്കൂറിനകം പല ഓർഗൻസും ഫങ്ഷൻ ചെയ്യുന്നത് നിർത്തും. നിങ്ങൾ ഹ്യൂമൻ ബോഡി പരിശോധിക്കുകയാണെങ്കിൽ അപ്പർ പോർഷനിലാണ് നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ബോഡിയിലേക്ക് മുഴുവനായും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഗ്രാവിറ്റിയുടെ സഹായത്തോടെ 80% ബ്ലഡും ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ഹാർട്ടിനെത്തിക്കാൻ കഴിയുന്നു. അതും വളരെ വലിയ തോതിൽ ഫങ്ഷൻ ചെയ്യാതെ തന്നെ. എന്നാൽ തലകുത്തി കിടക്കുന്ന ഒരു സമയത്ത് ബോഡിയിലേക്ക് മുഴുവനായി ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹാർട്ടിന് വളരെയധികം സ്ട്രെസ് എടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ റെസ്ക്യൂ ടീം ഇദ്ദേഹത്തെ നേരെയാക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനം. ഒരാളുടെ സഹായത്തോടെ കാലിൽ കയറുകൾ കെട്ടി അദ്ദേഹത്തിൻ്റെ കാല് മുകളിലേക്ക് എത്തിക്കുക. എന്നാൽ കാലുകൾ ബെൻഡാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. മുകളിലേക്ക് പൊക്കും തോറും കാലുകൾ കേവിൻ്റെ മുകളിൽ തട്ടുകയാണ്. അതുകൊണ്ട് തന്നെ കാല് ബെൻഡാവുന്നില്ല. എന്നിരുന്നാൽ പോലും വളരെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനു ശേഷം ഇദ്ദേഹത്തെ കുറച്ചൊക്കെ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ കയർ ഡിസ്ബാലൻസ് ആവുകയും ഇദ്ദേഹം കിടന്നതിലും കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇദ്ദേഹം പോവുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ജോൺ വളരെയധികം പാനിക്കായിരുന്നു. അപ്പോഴാണ് 2-വേ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വൈഫുമായി സംസാരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ റിലാക്സേഷൻ ലഭിക്കും. ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആയിരുന്നു. തൻ്റെ ഭാര്യയുമായി സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചെറിയ തോതിൽ റിലാക്സേഷൻ ലഭിച്ചു. 19 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഒരു റെസ്ക്യൂ പ്രോഗ്രാം ആരംഭിച്ചു. ഇനി യാതൊരു മിസ്റ്റേക്കുകളും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അത് ജോണിൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. വളരെ നീണ്ട സമയത്തിന് ശേഷം ഇദ്ദേഹത്തെ കുറച്ചൊക്കെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. റെസ്ക്യൂവറിന് ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുവാൻ സാധിച്ചു. ഇദ്ദേഹം പറഞ്ഞത് ജോണിൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കൂടാതെ പ്രതീക്ഷയുടെ ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഒരു ട്രാജഡി സംഭവിച്ചു. കയർ വീണ്ടും ഡിസ്ലൊക്കേറ്റഡായി അദ്ദേഹം വീണ്ടും താഴേക്ക് പോയി. ഇത് അദ്ദേഹത്തെ വീണ്ടും ആ ഒരു നാരോ പാസേജിൽ അകപ്പെടുത്തി. നീണ്ട 20 മണിക്കൂറത്തെ റെസ്ക്യൂ പ്രോഗ്രാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. മറ്റൊരു രീതിയിലും ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുകയില്ല. പല പ്ലാനുകളും ആലോചിച്ചു. എന്നാൽ ഇതൊന്നും വർക്കായില്ല. ജോൺ പതിയെ ആളുകളോട് സംസാരം നിർത്തി. അദ്ദേഹം മൂവ് ചെയ്യലും കുറച്ചു. അങ്ങനെ തൻ്റെ അന്തിമ ശ്വാസമെടുക്കാൻ ജോൺ തയ്യാറായിരുന്നു. റെസ്ക്യൂ ടീം ഒരു ധീരനായ പാരാമെഡിക്കിനെ താഴേക്ക് അയച്ചു. എല്ലാവരും ഭയന്നതുപോലെ അത് സംഭവിച്ചു. ജോൺ തൻ്റെ അന്തിമ ശ്വാസമെടുത്തു. നവംബർ 25, 2009 രാത്രി 11:50 ജോൺ എന്ന ഈ വ്യക്തി മരിച്ചുവെന്ന് ഡിക്ലെയർ ചെയ്തു. ജോണിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ വലിയ ഒരു ഷോക്കായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ചെറിയ ഒരു തെറ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത്?
കൂടാതെ ഇവാലുവേഷനെയും അവർ കുറ്റം പറഞ്ഞു. എന്നിരുന്നാലും സത്യം എല്ലാവരുടെയും മുന്നിലുണ്ടായിരുന്നു. ജോൺ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നട്ടി പുട്ടി കേവും അടച്ചു. ജോണിൻ്റെ ബോഡിയും പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. നീണ്ട 17 മണിക്കൂർ അദ്ദേഹം ഈ ഒരൊറ്റ കേവിൽ കിടന്നു. ഇദ്ദേഹത്തിൻ്റെ ബോഡി രണ്ടായി മുറിച്ച് പുറത്തേക്കിറക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് ഇതും സക്സസ്ഫുള്ളായില്ല എന്ന് പറയേണ്ടതായി വരും. അങ്ങനെ ഇന്നും നിങ്ങൾക്ക് ആ കേവിൻ്റെ ഉള്ളിൽ ജോണിൻ്റെ മൃതശരീരം ഈ ഒരവസ്ഥയിൽ കാണുവാൻ കഴിയും. ജോൺ എന്നേക്കുമായി ഒരു കഥയായി അവശേഷിച്ചു. ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭീകരത എത്രയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. പരമാവധി നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.